ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ശ്രീകുട്ടി. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണേ. നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നെടുത്ത പിക്സ് എല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചേട്ടൻ്റെ പേര് അരവിന്ദ് എന്നാണ്. PK ഫോട്ടോഗ്രാഫിയാണ് ഇവരുടെ ഇൻസ്റ്റാ പേജ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തലേ ദിവസവും പിറ്റേ ദിവസവും, അതായത് ക്രിസ്മസിൻ്റെ അന്നും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണിത്. 24-ാം തീയതി നമ്മൾ വൈകുന്നേരം ഫോട്ടോഷൂട്ട് എടുത്തപ്പോൾ ഉള്ള വീഡിയോ ആണ്. കുഞ്ഞിന് സാന്റയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ സമയമായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്നാലും ഒരുവിധം നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തു തരാനായിട്ട് വന്ന അരവിന്ദായിട്ട് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ടൈമൊക്കെ മാനേജ് ചെയ്ത് നല്ല രീതിയിലാണ് നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിന്നത്. പിന്നെ നൈറ്റിൽ എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു നാളെ ക്രിസ്മസിന് കൊടുക്കാനുള്ള. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ, ദോശയും ചിക്കൻ ഫ്രൈയും ആണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇതുപോലെ ഓവനിലോട്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്ത് വെച്ചു. അതിനൊക്കെ ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഏകദേശം 11:30 ആയിട്ടുണ്ട്. പിന്നെ 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഉണ്ണീഷുവിനെ ഇതുപോലെ പുൽക്കൂടിൽ കൊണ്ട് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഉണ്ണീഷുവിനെ നമ്മൾ ഇതുപോലെ എല്ലാ ക്രിസ്മസിനും 25-ാം തീയതി തന്നെയാണ് വെക്കുക, അതിന് മുന്നേ വെക്കാറില്ല. അപ്പം ഇതുപോലെ ഉണ്ണീഷുവിനൊക്കെ വെച്ചു. ചൂട് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ രാവിലെയാണ് ബാക്കിയൊക്കെ ചെയ്തത്. ക്രിസ്മസിന് രാവിലെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ രാവിലെ നല്ല മഞ്ഞും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. രാവിലെ തന്നെ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചറിനെ കാണാൻ പോവുകയാണേ. അപ്പോൾ ടീച്ചറിന് കേക്ക് കൊടുക്കണം, ക്രിസ്മസ് വിഷ് ചെയ്യണം, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് പോയപ്പോൾ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും പാർലറിലില്ലായിരുന്നു, സ്റ്റുഡൻസ് ഒന്നും എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു, ചെറിയ രീതിയിൽ സെലിബ്രേഷനൊക്കെ നടത്തി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ബസ്സിലാണ് ഞാൻ പോയത്. വന്ന ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പവും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ രാവിലെ കടയിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത തിരക്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള കേക്കിൻ്റെ പ്രിപ്പറേഷൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വൈറ്റ് ഫോറസ്റ്റാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഇതുപോലെ സിമ്പിളായിട്ട്, വലിയ ഡിസൈനും സംഭവമൊന്നും ഇല്ലെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് ആണ് ഞാൻ ചെയ്തെടുത്തത്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ ഫ്രഷായി, കാരണം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെപ്പാടെ തളർന്നിരിക്കുകയായിരുന്നു. പിന്നെ നൈറ്റിലെ വീഡിയോ ആണ്. നൈറ്റ് ഫുഡ് കഴിക്കുന്ന മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഒരു ഡേ പോലെ തന്നെയായിരുന്നു. നൈറ്റിൽ അപ്പം, പൈനാപ്പിൾ, ചിക്കൻ കറി, ഇതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വരുന്ന വർഷം ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.